സോ എല്ലാവർക്കും പ്രശ്നേ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ മച്ചാമാരെ, നമ്മളുടെ മലയാള സിനിമയിൽ തന്നെ മോസ്റ്റ് അവൈറ്റഡ് മൂവി എന്ന് വിശേഷിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് നമ്മളെ മിഥുൻ മാനുവലിൻ്റെ ആട് 3. സോ ഈ ഒരു സിനിമയെ പറ്റി ഒരുപാട് റൂമേഴ്സും ഒരുപാട് എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. സോ ഈ ഒരു സിനിമേൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ ഒരു ചെറിയൊരു വീഡിയോ, അതായത് ഫ്രൈഡേ ഫിലിംസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കൊച്ചൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ആട് 3നെ പറ്റി അവർ റിവീൽ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. സോ മലയാള സിനിമയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി, ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമല്ലോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫ്രൈഡേ ഫിലിം ഹൗസ്. പാപ്പൻ ആടൊരു ഭീകര ജീവിയാണ്. ഇത് ഫസ്റ്റ് മാഷപ്പല്ലോണോ? ഓക്കെ. Satan Savior. Oh, we started small with a bunch of idiots. എന്നതാടാ ഇത്, മഴവില്ലോ? അത് ഐക്കോണിക് ഡയലോഗ് ആയിരുന്നു. ഓക്കെ, ക്യാരക്ടേഴ്സ് ആണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഓ, സുനാമിയോ? അതുണ്ടാക്കിയൊരു ഓളം. എന്നതത് ലാസ്റ്റ് റൈഡാ 300 ഗൈസ്. പിന്നാണിത് കൊട്ടാരു. പണ്ടത്തെ കാലവും സീക്വലാണോ? അല്ല, പ്രീക്വലാണോ? സംതിങ് ലെജൻഡ്. എടാ മോനെ വാടാ. അയ്യോ, വിഷയം കേട്ടോ, വിഷയ സാധനം കേട്ടോ. അത് എ ന്യൂ റെലം അവേക്സ് ക്യാമറ റോൾ ഓൺ. ഗൈസ്, വാട്ട് വാസ് അതെന്താ ഞാൻ കണ്ടത്? അവസാനമൊക്കെ നിങ്ങൾ കണ്ടായിരുന്നാ? അതായത് ഒരുമാതിരി പണ്ടത്തെ കാലമാണെന്ന് തോന്നുന്നു. അല്ല, ഇതിൻ്റെ പ്രീക്വൽ എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും എന്തെങ്കിലും മിസ്റ്ററി ഐറ്റം ഇവരതിൽ കിട്ടുന്നതായിരിക്കും. അതായത് നമ്മളെ നീലക്കൊടുവേലി പോലെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്ററി ഐറ്റം കിട്ടുന്നതായിരിക്കും. പക്ഷേ എന്തായാലും അത് സംഭവം എനിക്ക് തോന്നുന്നത് സംഭവം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റമാണ് വരാൻ പോകണമെന്നാണ് തോന്നുന്നത്. ഇടയ്ക്ക് മറ്റേ ഒരു റൂമർ ഒന്ന് സോംബി പടമാണെന്നൊക്കെ പറഞ്ഞു വന്നായിരുന്നു. പിന്നെ എന്തൊരു പറഞ്ഞായിരുന്നു, സോംബി പടത്തിൻ്റെ കാര്യം വന്നായിരുന്നു. പിന്നെ പണ്ടത്തെ കാലത്തെ ഒരു സിനിമ, അതായത് പണ്ടത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇതെന്ന് വന്നായിരുന്നു. പിന്നെ എന്തൊരു വന്നായിരുന്നു ഗൈസ്, എന്തൊക്കെയോ ഒരുപാട് റൂമേഴ്സ് വന്നു ഇതിനെപ്പറ്റി. അത് വരുമല്ലോ സ്വാഭാവികമായിട്ട്. കാരണം മലയാള സിനിമയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി. ഒരു പടത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് പൊട്ടിയിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കി വിജയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് അപ്പോൾ ആരാ മണ്ടന്മാർ സത്യത്തിൽ? ആ ഫസ്റ്റ് പാർട്ട് തോറ്റൊരു പടം സെക്കൻഡ് പാർട്ട് ഇറക്കി വിജയിക്കണമെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ തോക്കാൻ, അതായത് തോക്കാൻ യാതൊരു എലമെൻറ്റും ഇല്ല സിനിമയിൽ. അത്ര ഗംഭീരമായിട്ടുള്ള ഫസ്റ്റായിരുന്നു. അതിൻ്റെ സെക്കൻഡ് ഇറങ്ങിയിട്ടാണ് അവർ അത്രയും ലാഭം കൊയ്തത്. സോ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ത് കിട്ടില്ല സിനിമയായിരിക്കും. അത് നമ്മൾ തിയേറ്ററിൽ മിസ്സാക്കിയെങ്കിൽ നമ്മൾ ലൈഫിൽ അത് മിസ്സാക്കിയ വല്ലാത്തൊരു. കാരണം ഞാൻ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയപ്പോൾ ഏകദേശം 4ാം ക്ലാസ്സിലായിരുന്നു, 4-5-ലായിരുന്നു. അപ്പോൾ ഈ ഓരോരുത്തരൊക്കെ ഒന്നിങ്ങനെ കഥ പറയുമായിരുന്നു. 1-2 പേരെന്തോ കണ്ടായിരുന്നു സിനിമ. അതിങ്ങനെ ഓരോ ആടങ്ങനെയാണ് ആടിങ്ങനെയാണ്, നമുക്കെന്തരറിയാം. പക്ഷേ ടി വി കണ്ടപ്പോൾ ആ പടം നിന്നൊരു ഓളം ഉണ്ടല്ലോ, അത് റീവാച്ച് ചെയ്തതിന് ഒരു കൈയും കണക്കൂല. അതായത് നമ്മൾ പണ്ടത്തെ സിനിമ, നമ്മളെ സി ഡി മൂസ, അതങ്ങനത്തെ പോലത്തെ പടങ്ങളൊക്കെ അൺലിമിറ്റഡ് റീവാച്ചാണ്. എത്ര വേണം കാണാം. അതുപോലെ ഞാൻ റീവാച്ച് ചെയ്തൊരു പടമാണ് ആട് 1. അത്ര കോമഡി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോമഡിയാണ്. അതിൽ എല്ലാ കോമഡികളും ഭയങ്കര ഒരു സ്പെഷ്യൽ വല്ലാത്തൊരു അഭിനയമാണ് എല്ലാവരും. ആ ഒരു ക്യാരക്ടേഴ്സ് എപ്പോഴും മനസ്സിലേക്കും. സോ എന്തായാലും ജസ്റ്റ്
ഐ ആം വെയിറ്റിംഗ് ഫോർ ദ മൂവി. സോ എന്തായാലും നമുക്ക് മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ പടത്തെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻസ് എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ കാണും. അത് താഴ്ന്ന കമൻറ്റ് വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ബൈ.